പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, അതായത് തൃപ്തി. എന്താണ് തൃപ്തി എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. എന്താണ് തൃപ്തി? പലരും പറയുന്നത് മതി എന്ന് അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മുടെ കൈകളിലുള്ള കാര്യങ്ങളിൽ തൃപ്തി അടയുക, സന്തോഷിക്കുക. അതാണ് യഥാർത്ഥത്തിൽ തൃപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൃപ്തി എന്നതിന് നേരെ വിപരീതമായി ഒരു വാക്കുണ്ട്, ഒരു വില്ലനായിട്ട് വരുന്നത് താരതമ്യം ചെയ്യുക. പലർക്കും ഇന്ന് പറ്റുന്നത് ഈ തൃപ്തിക്കുറവിന് കാരണവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ അയൽവക്കത്തിലുള്ള ഒരു കുട്ടിക്കായാലോ അല്ലെങ്കിൽ അടുത്തുള്ളൊരു സ്ത്രീക്കായാലോ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വേവലാതി കൊണ്ട്, പക്ഷേ എൻ്റെ കയ്യിലുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല, അതിനുള്ള മേന്മകളെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ അറിയില്ല. അവിടെയാണ് നമ്മുടെ മനസ്സിനെ തൃപ്തി എന്നുള്ളത് എങ്ങനെ പറഞ്ഞ് പരിശീലിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ താറാവ് കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടോ? അവർ ജലാശയത്തിന് മുകളിലൂടെ നീങ്ങുന്നത് കാണുമ്പോൾ വളരെ സൗമ്യമായി നമുക്ക് കണ്ടാൽ തന്നെ അത് അതിശയിച്ച് നോക്കി നിന്നു പോകും. എന്നാൽ വെള്ളത്തിനടിയിൽ കൈകാലിട്ട് അടിക്കുകയാണ് അവർ. അതാണ് പറയുന്നത്, ഒരാളുടെ കുറഞ്ഞ നിമിഷങ്ങൾ, ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രമേ നിങ്ങൾ പുറത്ത് കാണുന്നുള്ളൂ. ശരിയായ പൂർണ്ണമായ ഒരു ജീവിതം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരാണ് ഏറ്റവും ഉയർന്ന നിലയിലുള്ളതെന്നുള്ളൊരു മനസ്സിനുള്ള ഒരു സംതൃപ്തി, അവരെ പോലെ ആവണം എൻ്റെ ജീവിതം എന്നുള്ള ആ താരതമ്യം ചെയ്യൽ തന്നെ ഏറ്റവും വലിയ അപകടമാണ്. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ തൃപ്തിയായിട്ട് ജീവിക്കാൻ പഠിക്കുക. ചുരുക്കി പറഞ്ഞാൽ ജീവിതം ഒരു ഓട്ട മത്സരമല്ല. ഓരോ ചുവടിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിട പറയട്ടെ. ഇനിയും വീണ്ടും കാണാം.